ഞാൻ അവിടെയാണ് പാടിയിലായിരുന്നു. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ചേട്ടന് ഇവിടെ ഇല്ലായിരുന്നോ? ഞാൻ അവിടെ ആയിരുന്നു. ഞങ്ങളൊക്കെ കഴിച്ചിട്ടേതാ, ഒരു സെക്കൻഡ് കൊണ്ട് കഴിച്ചതാ. പാടി അപ്പുറത്തെ തൊട്ട മുകളിലത്തെ പാടി മൂന്ന് പാടിയും പോയി. അവിടെ താഴെ നമ്മളെ സ്കൂളിന്റെ പുറകെ അപ്പുറത്ത് അങ്ങോട്ട് പോയിട്ടില്ല. നിങ്ങള് അട്ടമല ഭാഗത്ത് പോയിട്ടുണ്ട്. എത്ര മണിക്കാട്ടോ സംഭവം നടക്കുന്നത്? രാത്രി ഫസ്റ്റത്തെ പൊട്ട് 12:50. പിന്നെ അത് കഴിഞ്ഞിട്ട് 1:30 പൊട്ടി. പിന്നെ 2-2:15 ഒരു പൊട്ട് പൊട്ടി. ഞങ്ങൾ ഇവിടെ വന്ന് 2-2:15 ഇവിടെ ഞങ്ങള് ഇതുവരെ വെള്ളമായിരുന്നു. വലിയ പൊട്ട് രണ്ടാമത്തെ ആയിരുന്നോ? രണ്ടാമത്തെ പൊട്ടാണ് വലിയ പൊട്ട്. അതെയോ? അതിൽ ഫസ്റ്റത്തെ പൊട്ട് തന്നെ ഏകദേശം പോകുന്നത്, മുക്കാഭാഗം പോകുന്നത്. പിന്നെ ചെറിയൊരു പൊട്ട് പൊട്ടി. പിന്നെ മൂന്നാമത്തെ പൊട്ടിലാണ് എല്ലാവരും കണ്ട് മൊത്തടിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞൊരു 200 പൊട്ട് കൂടി പൊട്ടി. അത് വലിയ പൊട്ടല്ലേ, ചെറിയ പൊട്ട്. മൊത്തം എത്ര പ്രാവശ്യം പൊട്ടി? 4 പൊട്ട്. 4 പൊട്ട് പൊട്ടിയില്ല. നമസ്കാരം. നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ വയനാട് ദുരന്തം നടന്ന ചൂരൽമലയിലാണ് ഇപ്പോൾ ഉള്ളത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടി വെള്ളമൊഴുകിയ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നും വിവരിക്കുവാൻ സാധിക്കില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടുത്തെ കാറ്റിന് തന്നെ കണ്ണീരിൻ്റെ മണമാണ്. ദേവി ഇതിപ്പം ഈ ഉടനെ ഒന്നും ഇങ്ങോട്ടൊന്നും ആരും വരരുതെന്നാണ് പറയാനുള്ളത്. ഞാനിപ്പം വന്നതിനകത്ത് എനിക്ക് അതീവ ദുഃഖമുണ്ട്. കാരണം ഇതൊന്നും കാണുവാൻ സാധിക്കത്തില്ല. ഓരോ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കുമ്പോഴും അവരുടെ എല്ലാം മുഖത്ത് ഒരു വികാരവുമില്ല. മരിച്ചവരെക്കാൾ കഷ്ടത്തിലാണ് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ തന്നെ. അവരുടെ എല്ലാം വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു ഫീലിംഗാണ് നമുക്കും വരിക എന്ന്, ആ വിഷമമൊന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പലരും ഡിസാസ്റ്റർ ടൂറിസവുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരോടെല്ലാം എനിക്ക് പറയുവാനുള്ളത്, അങ്ങനെയൊന്നും ആരും ഈ മേഖലയിലോട്ട് വന്ന് ഇപ്പോൾ പ്രഹസനം കാണിക്കരുത്. വന്നതിൽ ഞാൻ സങ്കടപ്പെടുന്നു. അതുപോലെയൊരു അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ. എവിടെ നോക്കിയാലും വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ചെതറിക്കിടക്കുന്നത്. അതുപോലെ വീടുകളുടെ അവശിഷ്ടങ്ങൾ. ഏതോ മലമുകളിൽ കിടന്ന കൂറ്റൻ പാറക്കെട്ടുകളാണ് ഇവിടെ ഒഴുകിയെത്തി അവിടെ അവശേഷിക്കുന്ന വീടുകളാണിത്. ഇവിടെ നിന്നും ഈ പാറക്കെട്ടിൻ്റെ മറുവശത്ത് ഏകദേശം 50ഓളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ചെതറിക്കിടക്കുന്നു. മനുഷ്യരെല്ലാം മണ്ണിനടിയിലാണ് ഇവിടെ. സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കല്ലില്ലേ, ഈ പാറല്ലേ, പാറിന്റെ അങ്ങോട്ട് ഫുൾ വീടാണ്. ഇതൊന്നും അറിയാതെ കുറേ പേര് ഉറങ്ങി കടന്നവർ തന്നെ ഉണ്ടാവും അല്ലേ? 12:50 ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞായറാഴ്ച നല്ല മഴയാണ്. ഞായറാഴ്ച നല്ല മഴ പറഞ്ഞാൽ നമുക്കൊരു 16 ബൈക്കുകളും പൈക്കുട്ടികളൊക്കെ 16 അപ്പോൾ അമ്മോസൻ്റെ ഏണ്ണുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ അയച്ച് അയൽവാസികളൊക്കെ അയച്ച് 6 മണിക്ക് 6-6:30 തന്നെ ഞങ്ങൾ അയച്ചു വിട്ട്. അപ്പോൾ നല്ല മഴ ഉണ്ട്, ചെറുതായിട്ട് മഴ ഉണ്ട്. അപ്പം നമ്മൾ വന്ന് കുട്ടികളൊക്കെ എന്താക്കി, കുട്ടികളൊക്കെ വേറെ സെറ്റുണ്ട്. വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സെറ്റുണ്ട്. ആ സെറ്റിനുള്ളിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഇവരൊക്കെ നീപ്പിച്ചിട്ട് ഇങ്ങോട്ട് കയറുമ്പോഴേക്കും അങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് വെള്ളം. പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് വെച്ചാൽ മൊത്തം എത്ര പേര് ഏകദേശം മരിച്ചിട്ടുണ്ടോ ഇവിടെ? നമ്മൾ കിടന്നത് 1000 പേരുണ്ടല്ലേ? 1000 ഇത് കൈ വേറെ കാല് വേറെ. ഇത് മുക്കാൻ പോകുമ്പോൾ ചാലിയാറിന് എടുക്കണല്ല. അതല്ല ഈ പുറത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവുന്നു. ഇല്ലാതെ എന്തായാലും ഇരിക്കില്ലല്ലോ. ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഓൺലൈനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുക്കിംഗ് ഒക്കെ എടുത്ത് നമുക്ക് അഡ്രസ്സ് എടുക്കാൻ പറ്റും. ഇവിടെ നമ്മളിതാ ഈ വീടില്ലേ, ഈ പാറല്ലേ, ആ പാറിന്റെ അടുത്ത് തന്നെ ഒരു 10-50 വീടുണ്ട്. ഇതിനപ്പുറത്തേക്ക് അതെല്ലാം പോയി. ഈ പാറിന്റെ അപ്പുറത്ത് ആ പാറ വലിയ പാറ കണ്ടില്ലേ, അതിന്റെ അപ്പുറത്ത് അങ്ങ് വരെ വീട്. അപ്പോൾ അവരെല്ലാം പോയില്ലേ ഇപ്പോൾ? എല്ലാം എന്ത് കഷ്ടമല്ലേ. ഇവിടെ ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഈ 2 നില വീടില്ലേ, ഈ 2 നില വീട് പെണ്ണുകൾ ഇറങ്ങി വന്നതാ. വീട്ടിൽ അങ്ങോട്ട് കയറാൻ വേണ്ടി ഇറങ്ങി പോന്നതാ. അതിനും കൊണ്ടുപോയി. ആരുടെ നില വീട്? 2 നില വീട് കണ്ടില്ലേ? ആ തേക്കാത്ത് അവരും പോയല്ലേ? അതിൽ ഒരാൾ പോയിട്ടുള്ളൂ. അവരെങ്ങോട്ട് വന്നാ? അവര് പെട്ടെന്ന് കടക്കാൻ വേണ്ടി അങ്ങോട്ട് കടക്കാൻ വേണ്ടി കയറിയതാ. അപ്പുറത്ത് അവിടുന്ന് അങ്ങോട്ട് പോന്ന് വെള്ളം അവിടെ നിന്ന് വന്നു. അവർ വീട്ടിലിരുന്ന കുഴപ്പമില്ലായിരുന്നു. ആ വീട്ടിൽ മുകളിൽ 2ാമത് കയറാൻ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിനും? അതെ, തുടക്കം മുതലുണ്ടായിരുന്നു. വളരെ ദയനീയമായൊരു അവസ്ഥയായിരുന്നു. നമ്മൾ കേരളത്തിൽ ഇന്നുവരെ കാണാത്ത ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇത്രയും ഭീകരമായ ഒരവസ്ഥ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം തന്നെയായിരിക്കും ഇത്. മനുഷ്യന്മാർ മലവെള്ളപ്പാച്ചിൽ പോലെ ഒലിച്ചുപോയ ഒരവസ്ഥ. ഏകദേശം 1:30 ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഏകദേശം 1:30 ആയപ്പോഴാണ്, അതായത് നമ്മളെല്ലാം ഗാഢനിദ്ര സംഭവിക്കുന്നൊരു സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്.
ഒന്നും കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് 3 പൊട്ടലിലൂടെയാണ് ഇത് അവസാനിച്ചിട്ടുള്ളത്. ഏകദേശം ഇവിടുന്ന് ഏകദേശം 30-35 കിലോമീറ്റർ അപ്പുറത്ത് ചാലിയാർ പുഴയിലും ഒക്കെയാണ് നമുക്ക് ബോഡികളുടെ ഓരോരോ പാർട്സ് പോയിരുന്നു, പാർട്സുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഭീമാകാരമായ ഒരു അവസ്ഥയാണുള്ളത്. മനുഷ്യന്മാർക്ക് വല്ലാത്ത ഇത് സംഭവിച്ച മനുഷ്യന്മാർ ഇവിടുന്ന് ഏകദേശം ഇവിടെ ആൾക്കാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഏകദേശം 1000-ഓളം ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഔദ്യോഗികമായ കണക്ക് ഏകദേശം 150-ഓളം ആൾക്കാരെ ഇനി കിട്ടാനുണ്ട്. ഇനിയും ഇവിടെ ഒരുപാട് പാടികളുണ്ട്, ഈ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരുടെ ഒന്നും കണക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല, അതിൻ്റെ റിപ്പോർട്ടുകൾ ഇതേവരെ വന്നിട്ടില്ല. ഒരുപാട് തേയില ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ജോലി ചെയ്യുന്ന പാടികൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അതിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ മിസ്സിങ് ഉണ്ടാവും. അതിൻ്റെ കണക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ഇപ്പോൾ അവിടുത്തെ വില്ലേജിലെയോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെയോ ഉള്ള കണക്കുകൾ വെച്ചിട്ടാണ് ഈ കണക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും കണക്കുകൾ കിട്ടാനുണ്ട്. എന്നാലും അതിദാരുണമായ അവസ്ഥയാണ്. മനുഷ്യന്മാർ ഇത് കണ്ടവരും ഇതിൽ ബാക്കിയായ ആൾക്കാരും ഒന്നില്ലെങ്കിൽ കല്യാണം കഴിച്ചുപോയ കിട്ടി, അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അന്ന് വളരെ നിസ്സാരമായ ആൾക്കാരാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത്. അവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. അതെ, ഇന്ന് അവസാന ദിവസമാണ്. ഗവൺമെൻറ്റും അതുപോലെ എല്ലാവരും 20-ാം തീയതി ലാസ്റ്റ് ഡേറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം എല്ലാവരും ഇന്നോടെ ഈ രക്ഷാപ്രവർത്തനം നിർത്തി ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും അതിനാണ് സാധ്യത. ഗവൺമെൻറ് എങ്ങനെ അതെ, അതാണ് അതിൻ്റെ ശരി. കാരണം ജനങ്ങൾ കാണാൻ